എൻലൈറ്റ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ രാജേഷ് സാറിൻ്റെ ഒരു ലൈവായിട്ടുള്ള കൺസംഷനും പ്രൊഡക്ഷനും എത്രത്തോളം നടക്കുന്നുണ്ട്, സോളാറിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ആദ്യം കാണുന്നതെന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ബാർ ആയിരിക്കും. സ്റ്റാറ്റസ് ബാറിൽ നമുക്കിപ്പം എത്രത്തോളം സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണാം. 17.4 കിലോ വാട്ടാണ് സോളാറിൽ നിന്ന് സാറിന് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിൽ തന്നെ 8.9 കിലോ വാട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. 6.6 കിലോ വാട്ടാണ് ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി പ്രൊഡക്ഷൻ നടന്നതിൽ, സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ നടന്നതിൽ 15 കിലോ വാട്ടോളം എക്സ്പോർട്ടും ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സാറിൻ്റെ ലൈവായിട്ടുള്ള കൺസംഷനും പ്രൊഡക്ഷനും എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ കാണാം. ഇവിടെ 1 കിലോ വാട്ടാണ് സോളാറിൽ നിന്ന് ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിൽ തന്നെ 0.2 കിലോ വാട്ടാണ് കൺസ്യൂമേഷൻ. പിന്നെ 1.7 കിലോ വാട്ട് ഗ്രിഡിലോട്ട് എക്സ്പോർട്ടും നടക്കുന്നുണ്ട്. ഇവിടെ കൺസംഷൻ കുറവാണ്, രാവിലെ ആയതുകൊണ്ട് കൺസംഷൻ പൊതുവെ കുറവായിട്ടായിരിക്കും. 1.7 കിലോ വാട്ട് എക്സ്പോർട്ടാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എനർജി എന്ന് പറയുന്ന ഒരു ബാറിൽ നമുക്ക് ചെക്ക് ചെയ്താൽ ഗ്രാഫിക്കലി നമുക്ക് എത്രത്തോളം കൺസംഷൻ അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ടോട്ടൽ പ്രൊഡക്ഷൻ നടക്കുന്നത് 17.4 കിലോ വാട്ട്. അതിൽ 15 കിലോ വാട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രിഡിലോട്ട്. പിന്നെ 6.6 കിലോ വാട്ട് വീട്ടിലാക്കി ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ സോളാറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കസ്റ്റമർ ഉപയോഗിച്ചിരിക്കുന്നത് 8.9 കിലോ വാട്ടാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പം ഡേ വൈസ് ആണ് ഇപ്പം ചെക്ക് ചെയ്തത്. ഇതിപ്പം നമുക്ക് വീക്ക്ലി എത്രത്തോളം കൺസ്യൂം നടന്നിട്ടുണ്ട്, അതുപോലെ പ്രൊഡക്ഷൻ എത്ര നടന്നിട്ടുണ്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അത് മന്ത് വൈസും പറ്റും. മന്ത് വൈസ് ആവുന്ന സമയത്ത് ഈ ഓഗസ്റ്റ് മാസത്തിലുള്ള എല്ലാ ഇമ്പോർട്ടും ടോട്ടൽ പ്രൊഡക്ഷൻ എത്ര 477.6 കിലോ വാട്ടാണ് ടോട്ടൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ട് നടന്നിട്ടുള്ളത് 154.3 കിലോ വാട്ടാണ്. അതുപോലെ എക്സ്പോർട്ട് വരുന്നത് 408 കിലോ വാട്ടാണ്. 408.3 കിലോ വാട്ട് എക്സ്പോർട്ട് നടന്നിട്ടുണ്ട്. ടോട്ടൽ കൺസ്യൂമേഷൻ വന്നിട്ടുള്ളത് 253.7 കിലോ വാട്ടാണ്. അതുപോലെ ഇയറിൽ നമുക്ക് ചെക്ക് ചെയ്യാം ഈ 2025 എത്രത്തോളം പ്രൊഡക്ഷനും കൺസംഷനും ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നിട്ടുണ്ടെന്ന് ഈ ഗ്രാഫിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ സാറിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് രാജേഷ് സാറിനെ ഇൻസ്റ്റാൾ ചെയ്തത് 2023 ആ 2023 മുതൽ 2025 വരെ ടോട്ടൽ എത്ര സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പം 14 മെഗാവാട്ടിൻ്റെ പ്രൊഡക്ഷനാണ് ടോട്ടലി സാറിന് നടന്നിട്ടുള്ളത്. ടോട്ടൽ ഇമ്പോർട്ട് വന്നിരിക്കുന്നത് ഗ്രിഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് 4.7 മെഗാവാട്ട് മാത്രമേ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുപോലെ സോളാറിൽ നിന്ന് പ്രൊഡ്യൂഷൻ ചെയ്ത് കൺസ്യൂം ചെയ്തിട്ടുള്ളത് 6.6 മെഗാവാട്ടാണ്. എക്സ്പോർട്ട് ഗ്രിഡിലോട്ട് എക്സ്പോർട്ട് ചെയ്തത് 12.6 മെഗാവാട്ട് എക്സ്പോർട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലിവിടെ ഗ്രിഡിൽ നിന്ന് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ സാറിന് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ അറേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാനൽസും എങ്ങനെയാണ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. നമുക്ക് രണ്ട് അറയിലായിട്ടാണ് 5 പാനൽസ് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ 2 അറയിലായിട്ട് 5 പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ പാനൽസിൻ്റെയും എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു ഫസ്റ്റ് പാനൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അറയിലുള്ള ഫസ്റ്റ് പാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം 1.44 മെഗാവാൾട്ടാണ് ആ ഒരു പാനലിൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. അത് ഡേ വൈസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഡേ വൈസ് ഉള്ളത് ഇപ്പം ഈ ഒരു ഡേ എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് 1.84 കിലോ വാട്ട് പ്രൊഡക്ഷൻ ഈ ഒരു ഫസ്റ്റ് അറയിലുള്ള ഫസ്റ്റ് പാനലിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നമുക്ക് ഓരോ പാനലിൻ്റെയും ചെക്ക് ചെയ്യാം. അപ്പം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് ഏത് പാനലിൽ നിന്നാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. അതുപോലെ ആ ഓരോ പാനലിലും മന്ത് വൈസ് എത്രത്തോളം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലൈഫ് ടൈം എന്ന് പറയുമ്പം ഈ ഹോൾ ഇയറിൽ വെച്ചിട്ട് സോളാർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത് ഏത് പാനലിലാണ് എന്ന് നമുക്കറിയാം. ഇപ്പം ഏതെങ്കിലും ഒരു പാനലിൽ ഒരു ഡിഫക്റ്റോ അല്ലെങ്കിൽ ഷെയ്ഡോ വീണ് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാലും കസ്റ്റമറിന് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ